ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ. നാലാമത്തേതാ മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ. മൻ തസവ്വജ ബി ഇംറഅത്തിൻ ലിദീനിഹാ, ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ ദീനത പരിഗണിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഉണ്ടല്ലോ ദീനന്റെ പ്രിയമുള്ളവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുമ്പോ ദീന് നോക്കുന്നവരാരാ? കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ വസ്ത്രധാരണം നോക്കുന്നവരാരാ? കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ അറിവ് നോക്കുന്നവരാരാ? അല്ലാഹു പടച്ച തമ്പുരാ പറയുകയാ. ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീഹി. നബി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കുമ്പോ ദീന് നോക്കി കഴിഞ്ഞാ അവരുടെയും അവളുടെയും ജീവിതത്തിലുണ്ടല്ലോ, ചെറുക്കന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാ സന്തോഷം തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈ 4 കാര്യങ്ങളില് സ്വത്തല്ല എന്റെ പ്രിയമുള്ളവരെ നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, കുടുംബമല്ല നോക്കേണ്ടത്, ഏതാ നോക്കേണ്ടതെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ദീനാണ് വാപ്പാ. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, അദ്ദുനിയാ കുല്ലുഹു മതാ. ദുനിയാവെന്ന് പറയുന്നത്, ദുനിയാവിലെ മുഴുവനുമുണ്ടല്ലോ സമ്മാനമാ. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സമ്മാനമുണ്ടല്ലോ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സമ്മാനമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, കോടിക്കണക്കാണ് രൂപ ലാഭമുള്ളവര്, ബിസിനസ് ഉള്ളവര്, വാഹനമുള്ളവര്, വീടുള്ളവര്, മക്കളുള്ളവര്, കച്ചവടമുള്ളവര്, സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഉള്ളവര്, സ്വന്തമായിട്ട് സ്ഥലങ്ങളുള്ളവര്, സ്വന്തമായിട്ട് വാഹനങ്ങളുള്ളവര്, സ്വന്തമായിട്ട് വിദേശ രാജ്യങ്ങളില് ബിസിനസ് ഉള്ളവരോട് പറയുകയാ, ഏറ്റവും വലിയ ഖൈറുണ്ടല്ലോ ഏതെന്നറിയോ? വഅദ് പറയലല്ല, വഅദ് കേൾക്കലല്ല, വാഹനമുള്ളവരല്ല. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അദ്ദുനിയാ വഖൈറു മതാഉദ് ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത്, ഖൈറായ സമ്മാനമെന്ന് പറയുന്നത് ഏതെന്നറിയോ? അത് സ്വാലിഹായ ഭാര്യ. നമ്മളതാ കിടന്നുറങ്ങുമ്പോ സുബഹിക്ക് വിളിക്കുന്ന ഭാര്യ ഏതാ? നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോ നിസ്കരിക്കാൻ വിളിക്കുന്ന ഭാര്യമാരേതാ? നമ്മളതാ ഹറാമുകൾ ചെയ്യുമ്പോ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഭാര്യ ഏതാ? ഇൻഷാ അല്ലാഹ് അതാണ് ഏറ്റവും വലിയ ഖൈറായ നിധിയെന്ന് നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ബിസിനസ്സിൽ ലാഭമുള്ളവര്, ഒരുപാട് വീടുകളുള്ളവര്, ഒരുപാട് വാഹനങ്ങളുള്ളവര്, ഒരുപാട് കച്ചവടങ്ങളുള്ളവര്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരോട് പറയുകയാ, അതല്ല ഖൈറെന്ന് പറയുന്നത്. നമ്മളതാ പുതിയൊരു വാഹനം വാങ്ങുമ്പോ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, ഇൻസ്റ്റയിൽ ഇടാറുണ്ട്, എല്ലാവിധ ചാനലുകളിലും ഇടാറുണ്ട്. എന്നാ ഏറ്റവും വലിയ ഖൈറെന്ന് പറയുന്നത് അതല്ല വാപ്പാ. അൽ മർഅതു സ്വാലിഹാ, സ്വാലിഹായ ഭാര്യമാരാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈർ സ്വാലിഹായ ഭാര്യയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹത്തായ ഭാര്യ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസ, അത് വല്ലാത്ത പ്രതിസന്ധി. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പറയും ഉസ്താദേ 5 വണ്ടിയുണ്ട് ഉസ്താദേ, വലിയൊരു വണ്ടിയുണ്ട് ഉസ്താദേ, വലിയൊരു സ്വന്തമായിട്ട് 2 ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട് ഉസ്താദേ. 5 വണ്ടിയുണ്ട് ഉസ്താദേ, വലിയൊരു വണ്ടിയുണ്ട് ഉസ്താദേ, വലിയൊരു സ്വന്തമായിട്ട് 2 ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട് ഉസ്താദേ. കച്ചവടം അൽഹംദുലില്ലാഹ് ലാഭമൊക്കെ ഉസ്താദേ. പക്ഷേ
എത്ര ലാഭം ഉണ്ടെങ്കിലും വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അതിന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രയാസം. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഇപ്പോഴും എത്രയോ സ്ഥലങ്ങളിൽ റഹ്മാനെ വീട്ടിൽ പോകാൻ മടിച്ചിട്ട് കടയൊക്കെ അൽഹംദുലില്ലാഹ് രാവിലെ വന്ന് കട തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷം, രാവിലെ വന്ന് കച്ചവടം തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം, രാവിലെ വന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കച്ചവടമൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ലാഭമൊക്കെ നോക്കി, വൈകുന്നേരം ലാഭമൊക്കെ നോക്കി, ഇശാകുമ്പോൾ കട ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഭയങ്കര സങ്കട. കാരണം എന്ത്? അടച്ചോനെ വീട്ടിലോട്ടല്ലേ പോണ്ടേ, വീട്ടിൽ പോയ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മദ്രസയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നമ്മുടെ ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഒരിക്കലും അവരോട് ആദ്യമേ കടങ്ങളുടെ കഥകൾ പറയാൻ പാടില്ല. ഭർത്താക്കന്മാര് അല്ലേ തന്നെ ഒരു പ്രഷർ അടിച്ചിട്ടായിരിക്കും വരിക, ഒരെന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിയായിരിക്കും ഭാര്യ തീർന്നു ആ ജയിലിൽ പോയി കിടക്കേണ്ടി. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. നമ്മൾ വീട്ടിൽ വരിക, വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് പറയാ, മച്ചാ ഇവിടെ എന്തെങ്കിലും വിളിച്ചാൽ മതി, അൽഹംദുലില്ലാഹ് വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇവിടെ EMI ഉണ്ടായിരുന്നു, അയൽക്കൂട്ടത്തിൽ പൈസ അടക്കണായിരുന്നു, ലോൺ ഉണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് പറയും പള്ളിയിൽ സെക്രട്ടറി പിരിക്കാൻ വന്നായിരുന്നു, അതാണ് ഇതാണ് പള്ളിയുടെ ചെലവാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. നമ്മള് ഒന്ന് അൽഹംദുലില്ലാഹ് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടേ പറയുള്ളൂ. കാരണം ചിലപ്പോൾ വെച്ച ചോറൊക്കെ ചിലപ്പോ മലക്കുകൾ കൊണ്ടുകൊണ്ടിരും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് അൽഹംദുലില്ലാഹ് ഒരാൾക്ക് നല്ല സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെങ്കിൽ അതാണ് അവന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ നിധി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? നമ്മൾ പറയും ഉസ്താദേ സാലിഹത്തായ ഭർത്താവ് നിങ്ങൾ കുറെ നേരം പറയാൻ തുടങ്ങിയിട്ട് ഈ സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? ഇപ്പൊ നമ്മുടെ ഈ മദ്രസക്കകത്ത് എത്രയോ ഉമ്മമാരിയ്ക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ, അല്ലാഹു കബൂലിയത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? 3 ഗുണങ്ങൾ ഒരാളുടെ ഭാര്യയിലുണ്ടെങ്കിൽ അത് സ്വാലിഹത്തായ ഭാര്യ. അപ്പൊ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കണം, പോയിട്ട് മുഖത്ത് ഇങ്ങനെ നോക്കണം. ഇന്ന് നമ്മൾ മുഖത്ത് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരെ എന്നെ ആലോചിക്കണം, എന്താ ഈ ചെങ്ങായി ഇങ്ങനെ നോക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഇനി ലൈവ് ഉണ്ട്, ലൈവിൽ കൂടെ ചിലപ്പോൾ പ്രവാസികൾ കേൾക്കുന്നുണ്ടാവും, അല്ലെ വേറെ സ്ഥലത്തുള്ളവർ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ പ്രവാസികൾ സ്വാഭാവികമായിട്ട് പാലമല നിങ്ങളുടെ ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് ഇനി അതിനിപ്പോ ടിക്കറ്റ് എടുത്ത് കൊച്ചിയിലോട്ടൊന്നും വരാൻ പറ്റൂല, ഭയങ്കര പൈസ. അപ്പൊ വീഡിയോ കോൾ വിളിച്ചിട്ട് നോക്കാം, ഈ 3 ഗുണങ്ങൾ ഒരു ഭാര്യയുടെ മുഖത്തുണ്ടെങ്കിൽ ആ ഭാര്യ ആരാ? സ്വാലിഹത്തായ ഭാര്യ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഒന്നാമത്തേതാ? സ്വാലിഹത്തായ ഭാര്യമാരുടെ അടയാളം. സ്വാലിഹത്തായ ഭാര്യമാരുടെ അടയാളം, സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം എന്താ? ഒരാൾക്കൊന്നേ ഉള്ളൂ, രണ്ടുള്ളവരുണ്ടാവും. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. സ്വാലിഹത്തായ ഭാര്യയുടെ ആദ്യത്തെ അടയാളം എന്താ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ ഒന്നാമത്തേതാ? സ്വാലിഹത്തായ ഭാര്യയുടെ 3 അടയാളങ്ങളിൽ ആദ്യത്തേതാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, തസുറഹു ഇലാ നളറ ഇലൈഹാ. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, അല്ല ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഭാര്യ സന്തോഷിപ്പിച്ചാൽ അവള് സ്വാലിഹത്തായ ഭാര്യ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാർ സങ്കടം പറയുന്നവരുണ്ട്, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഭാര്യയുടെ ശരീരത്തിൽ തൊടാൻ പോലും ചില ഭാര്യമാര് സമ്മതിക്കണില്ല. മിക്ക ഭാര്യമാരും കുറച്ചുകൊണ്ട് കഴിയുമ്പോ ഒരു 40 നുബുവത്ത് കിട്ടി കഴിയുമ്പോൾ 40-45 ദിവസം കൊണ്ട് കഴിയുമ്പോ പിന്നെ ഭർത്താക്കന്മാരൊന്ന് തോണ്ടി ആ വേദനിക്കുന്ന അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പരാതി പറയുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഇവിടെ ഈ നാട്ടിൽ തൊലാഖ് കൂടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവും ഇല്ല, ഇങ്ങനെ അതുകൊണ്ടായിരിക്കണം മസ്ലഹത്തും മറ്റില്ലാത്ത. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. തസുറഹു ഇലാ നവറ ഇലൈഹാ. ഒരു ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം കിട്ടുന്നവരല്ല, ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ഭാര്യ സന്തോഷിപ്പിക്കാൻ കഴിയണം. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിൽ ആരെങ്കിലും ഒരാള് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരാം, വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോ ഭാര്യ വന്ന് ഡോർ തുറക്കുക. ആ ഭാര്യയുടെ മുഖത്തേക്ക് നമ്മൾ സന്തോഷത്തോടെ നോക്കുമ്പോ ഒരുമാതിരി പ്രേതം നോക്കണ പോലെ തിരിച്ചു നോക്കിയാലേ സന്തോഷം ഉണ്ടാവില്ല, സമാനം ഉണ്ടാവില്ല. നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കുമ്പോ അതുപോലെ തന്നെ തിരിച്ച് അൽഹംദുലില്ലാഹ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന, നമ്മൾ പറയും ഉസ്താദേ ഈ സന്തോഷം ഈ ലൈംഗികത മാത്രമല്ല ജീവിതം എന്ന് പറയണം. നമ്മൾ മനസ്സിലാക്കണം, ലൈംഗികത മാത്രമല്ല ജീവിതം എന്ന് പറയണേ, കുടുംബ ജീവിതം എന്ന് പറയണേ, പരസ്പരം സ്നേഹം വിശ്വാസം, അതെല്ലാം അൽഹംദുലില്ലാഹ് ജീവിതത്തിന്റെ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തസുറഹു ഇലാ നളറ ഇലൈഹാ.
ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ഭാര്യ ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന അത് സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം. അപ്പൊ ഇന്ന് നേരെ മജ്‌ലിസിൽ ഇന്ന് അപ്പൊ ബിരിയാണി ഒക്കെ കയ്യിലുണ്ട് ചിരിക്കും പറയാൻ പറ്റൂല. നാളെ എന്ത് ചെയ്യാ, നിങ്ങൾ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ രാത്രി താമസിച്ചിട്ടൊക്കെ വരുമ്പോ ചില ആൾക്ക് പേടി അടച്ചാല് 9 മണിയാകുമ്പോ കൈയൊക്കെ വിറക്കനാണ്. 9 മണിയാകുമ്പോ കൈ വിറക്കും. ചില ഫോണിലേക്ക് അങ്ങനെ കോള് വരും. നമ്മളിങ്ങനെ നോക്കുമ്പോ ഒന്നുമില്ല, വീട്ടിൽ നിന്ന് വിളിക്കണ. ചില ആൾക്കാർക്ക് വീട്ടിൽ ചിലപ്പോൾ പാതിരാത്രി ലിമിറ്റ് ഉണ്ടാവും. അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാഹു ഖബൂലാക്കും മറവട്ടെ, അല്ലാഹു സ്വീകരിക്കും മറവട്ടെ. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ഭാര്യ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് എന്തുണ്ടാവും, അത് സ്വാലിഹത്തായ ഭാര്യ. അപ്പൊ നിങ്ങൾ നാളെ രാത്രി കടയൊക്കെ പൂട്ടിയിട്ട് വീട്ടിൽ വരെ. ഇപ്പൊ ഞാൻ നാളെ ഉണ്ടാവില്ല, 2 ദിവസം അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അടുത്ത വ്യാഴാഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ വ്യാഴാഴ്ച പോയി നോക്കാം ഇൻഷാ അല്ലാഹ്. കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ പള്ളിയിൽ എൻ്റെ റൂം കാര്യം ഉണ്ടാവും. പൂരാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയണത്, നമ്മള് വീട്ടിൽ ചെല്ല, രാത്രി പോവാ, ഇശാ കഴിയാ, ബെല്ലടിച്ച് കയറുന്ന സമയത്ത് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കാം. വല്ലാത്ത നോട്ടം നോക്കിയാൽ ചിലപ്പോൾ പുറ്റുമുറ്റി തലയിരിക്കും. അല്ലാഹു കാത്തിരിക്കും മറവട്ടെ. നോക്കുമ്പോൾ മാന്യമായിട്ട് സന്തോഷത്തോടെ നോക്കണം. ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം നമ്മൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഭാര്യയാണെങ്കിൽ സന്തോഷം. ചില ഭാര്യമാരുണ്ട് അങ്ങോട്ട് എന്ത് പറഞ്ഞാലും തിരിച്ച് തർക്കത്തിലായിരിക്കും. അങ്ങോട്ട് 2 പറഞ്ഞാൽ തിരിച്ച് 4 നമ്മൾ തിരിച്ചറിയാം. അല്ലാഹു കാത്തിരിക്കും മറവട്ടെ, ഈമാൻ നൽകും മറവട്ടെ. രണ്ടാമത്തേതാ മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സ്വാലിഹത്തായ ഭാര്യയുടെ രണ്ടാമത്തെ അടയാളമുണ്ടല്ലോ. ഏതെന്നറിയോ തുതിഉഹാ ഇദാ അമറഹാ. ഒരു ഭാര്യയുടെ, സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളമുണ്ടല്ലോ, രണ്ടാമത്തെ അടയാളമുണ്ടല്ലോ. നബി തങ്ങൾ പറയുകയാ, ഏതെന്നറിയോ തുതിഉഹാ ഇദാ അമറഹാ. ഭർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണ ഭാര്യത. ഭർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണ ഭാര്യത. ഭർത്താവ് കൽപ്പിക്കുമ്പോ അതനുസരിക്കണവൾ ആരാ? അവർ അൽഹംദുലില്ലാഹ് സ്വാലിഹത്തായ ഭാര്യ. നിങ്ങൾ എത്തിച്ചോക്ക്. ഇനി ഭർത്താവ് എന്നിട്ട് പറയാ, 2 ഈ മറ്റേ സിഗരറ്റ് ഒക്കെ വലിച്ച് ഇപ്പോഴും എത്ര പേരാ ഞാൻ പറഞ്ഞു ഇബ്ലീസ് മൂത്രമൊഴിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ മറ്റേ ഈ പുകയില മുളച്ചതെന്ന് പറയുമ്പോ എന്നെ നോക്കി വലിക്കണം എത്ര ഇപ്പോഴുണ്ട്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറ്റപ്പെടുത്തിയല്ല, മാറാൻ കഴിയുമെങ്കിൽ മാറിക്കോ. അവസാനം നെഞ്ചുവേദനയൊക്കെ വന്ന് ശരീരത്തിൽ മുഴുവനും പുകയൊക്കെ അടിച്ച് ഈ ലിവറും അതും ഇതൊക്കെ പോയിട്ട് അവസാനം പള്ളിയിൽ വന്ന് പിരിവെടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്വാലിഹത്തായ രണ്ടാമത്തെ അടയാളം ഭർത്താവ് പറയാ, എടീ 2 പാക്കറ്റ് സിഗരറ്റ് എടുത്തൊന്ന് വലിച്ചേന്ന് പറയുമ്പോ അതനുസരിക്കുന്ന ഭാര്യയല്ല പറയണേ. നല്ല കാര്യങ്ങളും ഭർത്താവ് പറയാ, വസ്ത്രം നലക്കിത്ത. ഭർത്താവ് പറയാ, വസ്ത്രം നലക്കിത്ത. അങ്ങനെ പറയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അത് ചെയ്യുന്ന ഭാര്യമാരാരാ? അൽഹംദുലില്ലാഹ് അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്വാലിഹത്തായ ഭാര്യ. സാന്ദർഭികമായിട്ട് പറയാ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുക, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ആ ഭാര്യയുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്ന നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ രാവിലെ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു പള്ളിയിലെ ചെമ്പിൽ കൊണ്ടൊന്ന് ചോറ് കൊണ്ട് മറിക്കാം. അപ്പൊ നമ്മൾ പറയും ഇത്രയൊന്നും കഴിക്കൂലല്ലോ, ഒരുപാട് തെറ്റുകയും വെച്ചാ. അപ്പൊ ഈ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഉസ്താദല്ലേ ഇന്നലെ പറഞ്ഞേ, ഈ വിളമ്പുന്ന ചോറിനനുസരിച്ച് പാപം പൊറുക്കും. അതല്ല ഞാൻ പറയണേ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ താടി മുടിയിൽ കൊടുത്താൽ അല്ലാഹു തന്ന പ്രതിഫലം എന്താ? 100 പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ടെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് അൽഹംദുലില്ലാഹ് താടിയും മുടിയും മീരി കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തന്ന പ്രതിഫലം എന്താ? 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം. നമ്മുടെ പൈസ ഒന്നും ഇല്ല ആയിക്കോട്ടെ, പക്ഷെ ഭർത്താവിന് താടി വേണം. ഈ താടി ഉണ്ടായിട്ട് വടിച്ചു കളഞ്ഞ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഇത് ഈ മിക്ക ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല, താടി നോക്കണില്ല. ഞാൻ നിങ്ങളോട് പറയാ, താടി വളരാത്തത് പ്രശ്നമല്ല, വളരാത്തത് പ്രശ്നമല്ല, അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാന്നുള്ളൂ. പക്ഷേ വളർന്നിട്ടും അത് വടിച്ചു കളയുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചാ
എന്തൊക്കെ ഈ താടി വടിച്ചുകളയാനുള്ള കാരണം എന്താ? വേറെ ഒന്നുമില്ല ഉസ്താദെ, അത് ഈ ബാർബർ വെട്ടിയ സമയത്ത് കേറിപ്പോയി ഉസ്താദെ. എന്താ പറഞ്ഞ ബാർബർ വെട്ടിയ സമയത്ത് കേറിപ്പോയി ഉസ്താദെ. പിന്നെ വാക്കിയൊക്കെ കൊണ്ട് വടിച്ചളഞ്ഞു ഉസ്താദെ. എല്ലാ ആഴ്ച എങ്ങനെ ബാർബറിന് ഇങ്ങനെ തെറ്റിപ്പോവാ? സംഭവം വേറെ ഒന്നല്ല, ഭാര്യ പറയും മച്ചാക്ക് താടി ചേരൂല. അപ്പൊ ഈ ചങ്ങാതി പറയുന്നത് പഠിക്കാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്താ. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഒരു ഭാര്യ തന്നെ ഭർത്താവിന്റെ തലയും മുടിയും ഈരി കൊടുത്താൽ 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം. ഒരു ഭാര്യ തന്നെ മക്കൾക്ക് മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ 1000 ഷഹീദുകളുടെ പ്രതിഫലമുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. തുതിഉഹാ ഇദാ അമറഹാ. ഒരു ഭർത്താവ് എന്ത് നല്ലത് കൽപ്പിച്ചാൽ നിസ്കരിക്കാൻ പറയാം നിസ്കരിക്കണം, നോമ്പുടിക്കാൻ പറയാം നോമ്പുടിക്കണം, വസ്ത്രം അലക്കാൻ പറയാം വസ്ത്രം അലക്കണം. നന്മകൾ പറയുമ്പോ ആ നന്മകൾ ചെയ്യുന്ന ഭാര്യമാരാരാ? അവര് സ്വാലിഹത്തായ ഭാര്യ. ഇപ്പൊ നാളെ വീട്ടിൽ ചെന്നിട്ട് പറയാ എന്തെങ്കിലും നല്ല കാര്യം പറയാം. അത് ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താ പറയണ്ടേ? സ്വാലിഹത്തായ ഭാര്യ. ഇനിയിപ്പോ നമ്മുടെ ഇവിടെ വയല് കേട്ടവരൊക്കെ ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഒരുങ്ങിയിരിക്കും ഭർത്താവ് പറയണതൊക്കെ. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു നോക്ക്, ഇതൊക്കെ മറന്നു കഴിയുമ്പോൾ നൈസായിട്ട് പറഞ്ഞു നോക്കാം. അപ്പൊ അറിയാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമത്തേതാ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സ്വാലിഹത്തായ ഭാര്യയുടെ മൂന്നാമത്തെ അടയാളമേതാ? ഏതെന്നറിയോ? തഹ്ഫദുഹു ഫീ നഫ്സിഹാ വമാലിഹാ വവലദിഹാ. നബി തങ്ങൾ പറയുകയാ, ഒരു ഭാര്യയുണ്ടല്ലോ, അവളുടെ ശരീരത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഭർത്താവല്ലാതെ വേറെ ഒരാൾക്കും ശരീരം കൊടുക്കാത്ത ഭാര്യേതാ? എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, ഭർത്താവതാ പ്രവാസിയാണല്ലോ, പടച്ചവനെ ചുട്ടുപൊള്ളുന്ന വെയിലത്തു എത്രയോ പാവപ്പെട്ട പ്രവാസികളാണെന്നറിയോ? എത്രയോ കെട്ടിടങ്ങൾക്ക് മുകളിലതാ നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ പാവങ്ങളാ വിദേശ രാജ്യങ്ങളിൽ വഅദിന് പോകുമ്പോ ഉംറയ്ക്ക് പോകുമ്പോ പ്രവാസികൾ വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നതാ, പ്രിയമുള്ള ഉസ്താദ് കഷ്ടപ്പെടുകയാ ഉസ്താദേ, പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഉസ്താദേ, ഭാര്യമാര് പൈസ കൊണ്ട് തോന്നിയവാസം ചെയ്യുകയാണെന്ന് പറയുമ്പോ പാടില്ല. ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവര് ഒരു സ്വാലിഹത്തായ ഭാര്യയുടെ മൂന്നാമത്തെ അടയാളമുണ്ടല്ലോ, ഏതെന്നറിയോ? തഹ്ഫദുഹു ഫീ നഫ്സിഹാ വമാലിഹാ വവലദിഹാ വവലദിഹാ. അവളുടെ ശരീരത്തെയും ഭർത്താവിന്റെ സമ്പത്തും അവളുടെ കുടുംബത്തെയും മക്കളെയും അൽഹംദുലില്ലാഹ് നല്ലപോലെ നോക്കുന്നവളാരാ? അവരാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹ് ശ്രദ്ധിക്കുക. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്, സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എത്ര